ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഈ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് നാട്ടിൽ പോയായിരുന്നു ഒരു മാസത്തേക്ക്. അപ്പം അന്നേരം എടുത്ത് വെച്ച വ്ലോഗാണ് ഇതൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് പോരാനുള്ള ഒരു 2, 3 ദിവസത്തെ ഉള്ളിലത്തെ വ്ലോഗാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മ വീട്ടിൽ പോകണം, പിന്നെ ഒരു കസിൻ്റെ വീട്ടിൽ ലൈക്ക് ആൻറ്റീൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ പോകണം. അങ്ങനെയൊക്കെയായിരുന്നു. ആൻറ്റിയുടെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിലെ ഞാൻ, ചേട്ടന്മാർ, എൻ്റെ ഒരു അമ്മ വീട് വൈബ് ഞാൻ കൂടുതൽ അവിടെയായിരുന്നു. അപ്പം ഞാൻ കുറേ നാളായി അവിടെ അമ്മച്ചീനെ അപ്പച്ചനെയൊക്കെ കണ്ടിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ അവരെ കാണാൻ പോവായിരുന്നു. ഇവിടെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കാണിച്ചെടുത്തെന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ അച്ചാച്ചനെ ഇന്ന് ഞങ്ങൾ ചില്ലറയൊക്കെ പറക്കി അവിടെ പോയി ഐസ്ക്രീമൊക്കെ മേടിച്ച് തിന്നണമെങ്കിൽ ഞാൻ ഓർത്ത് അങ്ങനെ അയവിറക്കായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ അമ്മ വീട്ടിലാണ് പോണത്. ഇന്ന് അമ്മേൻ്റെ അനിയത്തി, ഐ മീൻ എൻ്റെ ആൻറ്റി ഇന്ന് തിരിച്ച് UK പോവാണ്. അപ്പോൾ ആൻറ്റീനെ ലാസ്റ്റ് കാണാനായിട്ട് നമ്മൾ പോണതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മോനേശ്വരൻ്റെ ഉള്ളിൽ ഷെഫ് ഉണർന്നത്. കുറേ 2, 3 ഇളക്കൊക്കെ ഇളക്കി മോനച്ചേട്ടൻ തൃപ്തിപ്പെട്ടു. പിന്നെ ഇതാണ് ഗൈസ് അങ്ങോട്ട് പോണ വഴി. ലൈക്ക് നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ നിറഞ്ഞ സ്ഥലമാണ്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഡാമാണ് കേട്ടോ. പണ്ട് ആ വീട്ടിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീടിൻ്റെ പകുതി വെള്ളമായി ഗൈസ്. അവിടെ ഒരു പാലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അപ്പൻ വ്ലോഗ് പോലെ അപ്പനാണ് അവിടെ വ്ലോഗറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനൊരു 2, 3 വീഡിയോ എടുത്തുവിടാമെന്ന്. അങ്ങനെ എടുത്ത് വെച്ച വീഡിയോസാണ് ഗൈസ് ഇതൊക്കെ. ഇതാണ് ഡാം. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ വീട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന നമ്മുടെ വീട് ഗൈസ് ഇതാണ്. അപ്പം ഇവിടെ ഫുള്ള് വൈബാണ് ഗൈസ്. ഫുൾ ഫോറസ്റ്റ് വൈബൊക്കെയാണ്. അപ്പം ഇത് പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഫുൾ അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെയും അമ്മേൻ്റെ അനിയത്തിൻ്റെ പിള്ളേർ ലൈക്ക് ഞങ്ങളുടെ പിള്ളേർ സെറ്റിൻ്റെ ഒരു താവളമായിരുന്നു ഇത്. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു മരത്തിൽ. അപ്പോൾ ഞങ്ങളവിടെ ടെൻ്റൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾ ചുമ്മാ കഥയൊക്കെ പറഞ്ഞ് കളിക്കുമായിരുന്നു. പിന്നെ ഇതാണ് ഗൈസ് പുതിയ അവരുടെ ഇവിടെ ഫോറസ്റ്റുകാരൊക്കെ ഇപ്പോൾ വന്നു. പണ്ട് ഫോറസ്റ്റുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ പോയി നിന്നിട്ട് കുഞ്ഞിലത്തെ മോനായിച്ചേട്ടൻ്റെ കുറച്ച് പ്രവൃത്തികളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ ഇതുങ്ങൾ രണ്ടെണ്ണം കൂടെ ഇപ്പം കൊഞ്ഞണം കുത്തുന്നതാണ് ഈ കാണുന്നത് ഗൈസ്. ഇവർ കൂടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം കൂടെ ഇങ്ങനെയാണ് എപ്പോഴും. ഇപ്പോൾ ഇവർ മറ്റൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, അത് ട്രൈ ചെയ്യായിരുന്നു. തീ കത്തിച്ച് വായിലേക്ക് ഇടണ സംഭവം. ഉള്ളൂ ഗായ് ബൈ.